പറയുന്ന എന്നിലും കേൾക്കുന്ന നിങ്ങളിലും ഓരോരുത്തരിലും നാളെ ഇത് കേൾക്കാൻ അവസരം ഉണ്ടാകുന്നവരിലും ഈ 3 ഗുണങ്ങൾ പൂർണ്ണാർത്ഥത്തിൽ ഉണ്ടോ? ആ വചനം ഇങ്ങനെയാണ്. പുതിയ ആളുകൾക്ക് വേണ്ടി വീണ്ടും ആവർത്തിക്കുകയാണ്. പഴയ ആളുകൾക്ക് ഒന്നുകൂടെ ബോൾഡ് ആകുന്നതിന് വേണ്ടി വീണ്ടും പറയുന്നു. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹ്, അല്ലാഹുവിനെ പറ്റി പ്രസ്താവിക്കപ്പെട്ടാൽ വജിലത്തു ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ പേടിച്ചു നടുങ്ങും. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാന, ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ ഈമാൻ വർദ്ധിക്കും. ഈ 2 ഗുണങ്ങളാണ് നമ്മൾ വിശദീകരിച്ചത്. ഈ 2 ഗുണങ്ങളുടെ മൗലികമായ വശത്തേക്ക് പ്രാമാണികമായി 2 ഖുതുബകളിലൂടെ നാം വെളിച്ചം വീശുകയുണ്ടായി. അൽഹംദുലില്ലാഹ്, അത് ചിന്തിക്കാൻ മാത്രം ജനങ്ങളോട് ഖുർആനും സുന്നത്തും വെച്ചുകൊണ്ട് നമ്മൾ ഇവിടെ അവതരിപ്പിച്ചിരുന്നു. അതിന്റെ 3ാമത്തെ ഭാഗം, ആയത്ത് അവസാനിക്കുന്നത് വഅലാ റബ്ബിഹി യതവക്കലൂൻ. ആ വിശ്വാസിയുടെ 3ാമത്തെ ഗുണം, പ്രസ്താവ്യമായ ഗുണം റബ്ബിൽ ബരമേൽപ്പിക്കും എന്നുള്ളതാണ്. നമ്മൾ വക്കീല് എന്ന പദം എല്ലാവരും കേട്ടിട്ടുള്ള ഒരു പദമാണ്. നിങ്ങൾ എങ്ങോട്ടാ പോണത്? ഞാനൊരു വക്കീലിനെ കാണാൻ പോവുകയാണ്. വക്കീലെ അമുസ്ലിമാകാം, പക്ഷെ ഒരു അറബി നാമമാണ് വക്കീൽ. അറബി എന്നാണ് അത് വന്നത്, വക്കീൽ എന്ന പദം. ഭാരം ഏൽപ്പിക്കുന്ന ആള്, നാം പ്രതീക്ഷ അർപ്പിക്കുന്ന ആള്, നാം ഒരു കേസ് ഏൽപ്പിക്കുന്ന ആള്, ആ ചുമതല ഏറ്റെടുത്ത ആള് വക്കീൽ. അപ്പൊ ഇവിടെ വഅലാ റബ്ബിഹി യതവക്കലൂൻ, അല്ലാഹുവിൽ ബരമേൽപ്പിക്കുന്നവർ, റബ്ബിൽ ബരമേൽപ്പിക്കുന്നവർ. അതാണ് ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാന വഅലാ റബ്ബിഹി യതവക്കലൂൻ. റബ്ബിൽ ബരമേൽപ്പിക്കുന്നവർ, ഇതൊരു പ്രധാനമായ ക്വാളിറ്റിയാണ്. അല്ലാഹുവിൽ സമ്പൂർണമായി ബരമേൽപ്പിക്കുക. രക്ഷകനായി, തന്റെ പ്രയാസങ്ങൾ ദൂലീകരിക്കുന്നവനായി റബ്ബല്ലാത്ത ഒരു സൃഷ്ടിയെയും ഒരു മഖ്ലൂക്കിനെയും ആ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കാതിരിക്കുക. ഇത് ഓരോരുത്തരും, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും, ചില ആളുകളെ യാത്രക്കാരാണ്, ഇൻഷാ അല്ലാഹ് ഇനി ജീവിതത്തിൽ ഒരിക്കലും ചിലപ്പോൾ ഇവിടെ വന്നില്ല എന്ന് വരാം. യാത്രക്കിടയിൽ എപ്പോഴോ ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ, പ്രത്യേകിച്ച് ടൗൺ പള്ളികളിൽ എത്തിച്ചേരുന്ന ആളുകൾക്ക് ഇത് സമ്പൂർണമായി മനസ്സിലാകണം, ഈ ഏരിയ മനസ്സിലാകണം, ഇതെല്ലാം കേട്ടിട്ടില്ലെങ്കിൽ പോലും. അതുകൊണ്ടാണ് അങ്ങനെ ക്രമീകരിക്കുന്നത്. അതുകൊണ്ട് എന്താണ് ബരമേൽപ്പിക്കൽ, തവക്കുലാക്കൽ എന്താണ്? വളരെ പ്രാധാന്യമറിയിക്കുന്ന ഒരു കാര്യമാണ് അള്ളാഹുവിൽ ബരമേൽപ്പിക്കുക എന്ന് പറയുന്ന കാര്യം. എല്ലാം അള്ളാഹിനോട് പറയാ, ബരമേൽപ്പിക്കുക, റബ്ബിനോട് തന്റെ ഭാരം ഇറക്കി വെക്കുക. നിങ്ങൾക്കറിയാം, അത്താണി, ഇപ്പൊ കരിങ്കൽ അത്താണി, പുത്തനത്താണി, രണ്ടത്താണി, ഈ സ്ഥലം കേട്ടിട്ടുണ്ടോ? ഈ സ്ഥലങ്ങൾ എങ്ങനെയാണ് രൂപപ്പെട്ടത്? അതായത് വഴിയമ്പലത്തിൽ പണ്ട് കാലങ്ങളിൽ പാന്തർ പെരുവഴിയമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ, ഒരു കവിയുടെ വചനമാണ്, വലിയ ആശയമാണ്. അതായത് പണ്ട് കാലത്ത് അങ്ങാടികളിലൂടെ, വലിയ റോഡൊന്നുമില്ല, ഉടുവഴികളിലൂടെ നടന്നു പോകുമ്പോ 2 കല്ലിങ്ങനെ വെച്ചിട്ട് അതിന്റെ മേലെ ഒരു കല്ലിങ്ങനെ വെക്കും, അവിടെ ചുമടിങ്ങനെ ഇറക്കി വെക്കും. അതിനാണ് അത്താണി എന്ന് പറയാ. അപ്പൊ കരിങ്കൽ അത്താണി എന്ന് പറഞ്ഞാൽ ആ പേര് വരാൻ അങ്ങനെ കാരണം, അവിടെ 2 കല്ലിങ്ങനെ ഉണ്ടാവും, അതിന്റെ മേലെ ഒരു കല്ലിങ്ങനെ എടുത്തു വെക്കും. അതിന്റെ മേലെ ചുമട്, വേറെ ഇവിടെ ആരോ ഒന്നും പിടിക്കാൻ പറയാനൊന്നുമില്ല. അപ്പൊ അവിടെ വന്നിട്ട് ഈ ചുമട് അതിന്റെ മുകളിൽ ഇറക്കി വെക്കും. കുറെ നേരം വിശ്രമിച്ചിട്ട് അതിങ്ങനെ ഒരു ഭാഗം നീക്കിയിട്ട് തലയിൽ വെച്ച് സ്വയം, അങ്ങനെയാണ് പുത്തനത്താണി, കരിങ്കല്ലത്താണി, രണ്ടത്താണി എന്നൊക്കെ പറഞ്ഞ് പേര് വന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അത് അത്താണിയാണ്. ഇവിടെ എന്താണ്? ഭാരം ഇറക്കി വെക്കുകയാണ്. എവിടെ? അമ്മൻ യുജീബുൽ മുദ്തറ ഇദാ ദആഹു. ഖുർആന്റെ സൂറത്ത് നംല്, ഖുർആനിലെ 20-ാം അധ്യായം 62-ാമത്തെ വചനം. ആ വചനത്തിൽ അല്ലാഹു പറയുന്നത് അമ്മൻ യുജീബുൽ മുദ്തറ, ഒരു മുദ്തറിനെ, ഒരു പ്രയാസം അനുഭവിക്കുന്നവനെ, ഒരു പ്രതിസന്ധി അനുഭവിക്കുന്നവനെ, അവന് അല്ലല്ലാത്ത വേറൊരു ഇലാഹ് അവന്റെ പ്രതിസന്ധി ദൂരീകരിക്കാനും അവനെ ഭൂമിയിൽ അനന്തരാവകാശിയാക്കാനും അല്ലല്ലാത്ത ഒരു ഇലാഹുണ്ടോ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഈ സ്ഥാനം ആർക്ക് നൽകിയാലും അത് ഇലാഹായി വിശ്വസിക്കേണ്ട, അള്ളാഹുവിന് സമർപ്പിക്കേണ്ട, അല്ലെ അള്ളാഹുവിൽ മാത്രം കൽപ്പിക്കേണ്ട ഒരു കാര്യം അത് സൃഷ്ടിയിൽ നിന്ന് ലഭിക്കുമെന്ന് ഒരാൾ വിചാരിച്ചാൽ ഇലാഹാണെന്ന് പിന്നെ വിചാരിക്കണ്ട. അത് ഇലാഹാണെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ലല്ലോ എന്ന് പറയേണ്ടതില്ല, ഇലാഹായി. അപ്പോൾ അവന് ആ ശക്തിയെ, ആ വ്യക്തിയെ ആരാധിച്ചു. അത് മലക്കാണെങ്കിൽ മലക്ക്,
അങ്ങനെ ആരാധിച്ചവരുണ്ടായിരുന്നു. ജിന്നാണെങ്കിൽ ജിന്നിനെ ആരാധിച്ചവരുണ്ടായിരുന്നു. അതൊരു മരിച്ചുപോയ പ്രവാചകനെയാണെങ്കിൽ അത് ഇബാദത്തായി, ഇലാഹാണെന്ന് വിശ്വസിക്കുകയേ വേണ്ട. അങ്ങനെ ഒരു തത്വവും ഇസ്ലാമിലില്ല. അത് വളരെ ഗൗരവമായി മനസ്സിലാക്കേണ്ടതാണ്. അത് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു എന്താ പറയാ, നമ്മുടെ ദുർവ്യാഖ്യാനം മാത്രമാണത്. നേരെ മറിച്ച് നിങ്ങൾക്കറിയാം, ഒരു മരത്തിന്റെ ചുവട്ടില് ബർക്കത്തിന് വാള് തൂക്കിയിട്ടിരുന്നു, മരത്തിന്റെ കൊമ്പില് ഖുറൈശികള്. ആ മരത്തിന് ബർക്കത്തുണ്ട് എന്നുള്ള നിലക്ക് സഹാബത്തും അങ്ങനെ ഒരു മരം ചോദിച്ചു. അപ്പൊ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ എന്താണ്? സുബ്ഹാനല്ലാഹ്, മൂസാ നബിയുടെ ഖൗമ ഇലാഹിനെ ചോദിച്ചതിന് തുല്യാണ്. ഞാൻ ചോദിക്കുന്നത്, ഈ ഹദീസ് വായിക്കുന്ന ഏതൊരാൾക്കും സഹാബത്തിന് ഇലാഹിനെ തരണമെന്ന് ചോദിച്ചോ? ഒരു ഇലാഹിനെ വേണമെന്ന് പറഞ്ഞല്ല, ബർക്കത്തിന് വാള് തൂക്കിയിടാൻ ഞങ്ങൾക്ക് ഒരു മരം നിശ്ചയിച്ചു തരണം. നോക്കൂ, റസൂലത പറയാൻ സുബ്ഹാനല്ലാഹ്, അത് മൂസാ നബിയുടെ ഖൗമ് ഇലാഹിനെ ചോദിച്ചതിന് തുല്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. അപ്പൊ ഇലാഹാക്കണ്ട, ബർക്കത്തുണ്ട് എന്ന് വിചാരിച്ചാൽ മതി. അവിടെ ആ വിചാരം തന്നെ എന്താ, ഇലാഹാക്കലായി എന്ന് ആരാ പഠിപ്പിക്കുന്നത്? ദീന് പഠിപ്പിക്കാൻ ഏറ്റവും അർഹതല്ലേ നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ ഈ ഖുർആനിക വചനം 8-ാം അധ്യായം 3-ാമത്തെ വചനം ബേസാണ്, നമ്മുടെ ജീവിതത്തിന്റെ ആധാരമാണ്. ആയത്തിന്റെ ആദ്യ ഭാഗവും റബ്ബിലേക്കാണ്, ആയത്തിന്റെ അവസാന ഭാഗവും റബ്ബിലേക്കാണ്. അതിന്റെ ഇടയിലുള്ളതോ ഖുർആനിന്റെ പഠനവുമായി ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ കുറച്ച് വിശദമായി തന്നെ ആ ഭാഗം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വളരെ കാതലായി ചിന്തിക്കേണ്ട ചില പോയിന്റുകൾ പറഞ്ഞു പോവുകയാണ്. ഒരു മുഅ്മിൻ, അത് അത്ഭുതവുമാണ്. ഒന്നാമത്തെ കാര്യം എന്താ അറിയോ? ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതിന് ഒന്നുകൂടെ ബോൾഡ് ചെയ്യാണ്. അതായത് ഖുർആൻ നമുക്ക് മാർഗദർശന ഗ്രന്ഥമാണ് എന്ന് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. അതല്ലാത്ത കാലത്തോളം നമുക്ക് നന്നാകാൻ കഴിയില്ല. ഇന്നാ അൻസൽന തൗറാത്ത ഫീഹാ ഹുദം വനൂർ, കഴിഞ്ഞ ആഴ്ച നമ്മൾ ഉദ്ധരിച്ചതാണ്. 5-ാം അധ്യായം 44-ാമത്തെ വചനം. തൗറാത്തിൽ മാർഗദർശനവും പ്രകാശവും ഉണ്ട്. അതുപോലെ തന്നെയാണ് ഖുർആനും. ആ ഖുർആൻ ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിയം മുതസദ്ദിയം മിൻ ഖശിയത്തില്ലാഹ് വതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസ്. അല്ലാഹു പറയും, എത്ര മനോഹരമാണ്. 59-ാം അധ്യായം 21-ാമത്തെ വചനം. ഈ ഖുർആനിനെ ഒരു പർവ്വതത്തിന്റെ മുകളിലാണ് ഇറക്കിയതെങ്കിൽ അത് ഭയപ്പാട് കൊണ്ട് പൊട്ടിപ്പിളരുമായിരുന്നു. അത്ര വലിയ കണ്ടന്റാണ് ഖുർആനിലുള്ളത്. ആ ഖുർആനെ പറ്റി നമ്മൾ പഠിക്കുന്ന മനുഷ്യരെന്താ ചിന്തിക്കാത്തത്? എന്താ മനുഷ്യന്റെ കൽബ് ഇളകാത്തത്? അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ, അവരെ ഹൃദയം പൂട്ടിട്ട് വെച്ചിരിക്കുകയാണോ? 40-ാം അധ്യായം സൂറത്ത് മുഹമ്മദ് 24-ാമത്തെ വചനം. കഴിഞ്ഞ ആഴ്ച പറഞ്ഞാണ്, ആവർത്തിക്കുന്ന എന്തിനാണ്? പുതിയ ആളുകൾക്ക് വേണ്ടിയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഖുർആൻ അല്ലാഹു പറയും, ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലത്തി ഹിയ അഖ്വം. 17-ാം അധ്യായം 9-ാമത്തെ വചനം. ഏറ്റവും ചൊവ്വായതിലേക്ക് നയിക്കുന്ന ഗ്രന്ഥം. ആ ഗ്രന്ഥം വിട്ടേച്ചുകൊണ്ടാണ് റസൂൽ പറഞ്ഞത്, പിഴക്കൂല, ഒരിക്കലും പിഴക്കൂല. അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിച്ചോളൂ. വാളു അലൈഹാ ബിന്നവ, നോക്കൂ, നിങ്ങൾ നിങ്ങളുടെ അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിച്ചോളൂ. എന്തിനെ? ഖുർആനിനെയും സുന്നത്തിനെയും. എങ്കിൽ പഴക്കൂല. അപ്പൊ അതിനനുസരിച്ച് ജീവിതത്തെ ബോൾഡാക്കാൻ ആഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ അതിനനുസരിച്ച് ജീവിതത്തെ കെട്ടിപ്പടുക്കാൻ കൊതിക്കുന്നവർ, അവരോട് അല്ലാഹു പറയാണ്. പിന്നെ ഞാൻ പറഞ്ഞു തവക്കുൽ ചെയ്യാന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിവരിക്കുന്ന ഒരു ദീർഘമായ ഹദീസ്, വല്ലാത്തൊരു ആശയമുള്ളൊരു ഹദീസാണ്. ആ ഹദീസ് ദീർഘമാണ്, അതുകൊണ്ട് അതിന്റെ ചില ഭാഗങ്ങൾ മാത്രം ഉദ്ധരിക്കുകയാണ്. ആ ഹദീസ് വളരെ പ്രസക്തമായ ഹദീസാണ്. എന്താ വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വപ്നം കാണുന്നത്. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വപ്നം കാണുന്നത്. പൂർവ്വകാല പ്രവാചകന്മാരെയാണ് സ്വപ്നം കാണുന്നത്. ഒന്നുകൂടി ചിന്തിക്ക്, പൂർവ്വകാല പ്രവാചകന്മാരെ നമ്മുടെ റസൂലുള്ളാഹി അന്തിമ ദൂതൻ സ്വപ്നം കാണാണ്. ആ സ്വപ്നം കാണുമ്പോ ആരുമില്ലാത്ത നബിമാര്, അത്ഭുതമല്ലേ, ഒരൊറ്റ അനുയായി ഇല്ലാത്ത നബി മഹ്ശറയിൽ. ആ നബീനെ ഇങ്ങനെ കാണിച്ചു കൊടുക്കാണ്. ആരുമില്ല, ദൈവത്തെ അടുത്തില്ല, ഒറ്റ കുട്ടി സ്വീകരിച്ചു. പിന്നെ ഒരു നബി, 1-2 ആളുകളോ. പിന്നെ വേറൊരു പ്രവാചകൻ, കുറഞ്ഞ 10 താഴെ ആളുകളുള്ള ഒരു പ്രവാചകൻ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണാൻ വലിയൊരു സമൂഹമുള്ളൊരു നബി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിചാരിക്കുകയാണ്, അത് ഞാനായിരിക്കും, മുഹമ്മദ് നബി ആയിരിക്കും എന്ന് വിചാരിക്കുകയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറഞ്ഞു, ആ ചക്രവാളത്തിലേക്ക് നോക്കാൻ. അവിടെ ലക്ഷോപലക്ഷം വരുന്ന മനുഷ്യർ. എന്നിട്ട് അപ്പുറത്തെ ചക്രവാളത്തിലേക്ക് നോക്കാൻ പറഞ്ഞു. അവിടെ നോക്കി, അവിടെയും കുറേ ആളുകൾ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറഞ്ഞു, ഇത് നിന്റെ ഖൗമാണ് മുഹമ്മദ് നബിയെ, ഇത് നിന്റെ ഖൗമാണ്. ഇനി പറയുന്നത് ശ്രദ്ധിച്ചോളിട്ടോ. യദ്ഖുലൂനൽ ജന്നത ബിഗൈരി ഹിസാബിൻ വലാ അദാബിൻ. എന്താണ്? ആ കൂട്ടത്തിൽ, നബിയുടെ ഉമ്മത്തിൽ 70,000 ആളുകൾ. എങ്ങനെ?
കോടിക്കണക്കിന് ലോകത്ത് മുസ്ലിമീങ്ങളുള്ളവരിൽ 70,000 ആളുകൾ യദ്ഖുലൂനൽ ജന്നത ബിഗൈരി ഹിസാബിൻ വലാ അദാബിൻ, ശിക്ഷയും വിചാരണയുമില്ലാതെ സ്വർഗ്ഗത്തിൽ പോകും. ഈ മുസ്ലിം ഉമ്മത്തിൽ 70,000 ആളുകൾ ബിഗൈരി ഹിസാബിൻ വലാ അദാബിൻ, ശിക്ഷ ഉണ്ടാവില്ല, വിചാരണ ഉണ്ടാവില്ല. വല്ലാത്തൊരു നിയമത്തല്ലേ അത്? അങ്ങനെ അവർ സ്വർഗ്ഗത്തിൽ പോകും. ഇത്രയും കാര്യം പറഞ്ഞിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിന്റെ ഉള്ളിലോട്ട് പോയി. ശരിക്കും ശ്രദ്ധിക്കണേ, ഹദീസിന്റെ രൂപമാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിനുള്ളിൽ പോയപ്പോ പിന്നെ സഹാബികൾ ഈ കാര്യത്തെക്കുറിച്ച്, ആ 70,000 ആരായിരിക്കും, നമ്മുടെ മനസ്സിലുമില്ലേ ആ 70,000 ആരായിരിക്കും എന്നറിയാൻ. അപ്പൊ അവരും ചർച്ച ചെയ്തു ഈ 70,000 ആരാണ്. അപ്പൊ അവരുടെ ശബ്ദം ഇങ്ങനെ ഉയർന്നു വന്നു. ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഒച്ചയും ബഹളവും ഉണ്ടാവുമല്ലോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് പുറത്തോട്ട് വന്നിട്ട് ചോദിച്ചു, എന്തിനാ ബഹളം? അപ്പൊ അവര് പറഞ്ഞു, വലിയ കൗതുകത്തില് ഞങ്ങൾ ചർച്ച ചെയ്യാണ്, ആ 70,000 ആരായിരിക്കും. എന്നിട്ട് അവരെന്നെ പറയാണ്, ഞങ്ങളായിരിക്കും, നബിയെ സഹാബികളായിരിക്കും, അല്ലെ കുഞ്ഞുനാളിലെ ശിർക്ക് ചെയ്യാതെ തൗഹീദിൽ വളർന്നവരായിരിക്കും. ഇങ്ങനെയൊക്കെ അഭിപ്രായം പറയുമ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, 3 സ്വഭാവം ഉണ്ടാവും അവർക്ക്. ഈ 70,000 ആളുകൾക്ക് 3 സ്വഭാവം ഉണ്ടാവും. അതിലൊന്ന്, അവർ പക്ഷിശാസ്ത്രം നോക്കാത്തവരാണ്. അങ്ങനെ തത്തനെ കൊണ്ട് ഷീട്ടെടുപ്പിച്ചിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഭാവി പറയാ, അത് അവരൊരിക്കലും ചെയ്യില്ല. കൈനോട്ടം, ജ്യോത്സ്യം, അതവർക്കൊരിക്കലും ഉണ്ടാവില്ല. മൂന്നാമത്തെ കാര്യം എന്താണ്? വഅല റബ്ബിഹി യതവക്കലൂൻ, അവർ അല്ലാഹുവിൽ തവക്കുൽ ചെയ്യുന്നവരാണ്. അങ്ങനെ പടച്ച തമ്പുരാനിൽ മാത്രം തവക്കുൽ ചെയ്യുന്ന ആളുകളാണ്. അതിൽ നിന്നൊരു കാര്യം മനസ്സിലായി, 70,000 ആളുകളുടെ പ്രത്യേകതയാണ് ഈ പറയുന്നത്. അപ്പൊ ബാക്കിയുള്ളവരോ? ബാക്കിയുള്ള ആളുകളോ? വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. 12-ാം അധ്യായം 106-ാമത്തെ വചനം, സൂറത്ത് യൂസുഫിലെ 106-ാമത്തെ വചനം അതീവ ഗൗരവമായി പഠിക്കേണ്ട ഒരു ഖുർആനിക വചനമാണ്. വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. മനുഷ്യരിൽ ഭൂരിപക്ഷം ആളുകളും അല്ലാഹുവിൽ വിശ്വസിക്കുന്നുണ്ട്, ശിർക്ക് ചെയ്തുകൊണ്ട്, ശിർക്ക് കലർന്നിട്ടുണ്ട്. അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദ്ദുൽം. 6-ാം അധ്യായം 82. ഈമാനിലും ദുൽമ കലർന്നു. ഈമാനിലും ദുൽമ കലരുക, പായസം ഉണ്ടാക്കി വെച്ചു, അതിൽ വിഷമിട്ടിക്കുക, അതുപോലെ ശിർക്ക് വന്നു. അങ്ങനെ വന്നവരാണ് ഭൂരിപക്ഷം മനുഷ്യരും. മുസ്ലിമാണ്, നിസ്കരിക്കുന്നുണ്ട്, ഹജ്ജിന് പോകുന്നുണ്ട്, ഉംറ ചെയ്യുന്നുണ്ട്, സക്കാത്ത് കൊടുക്കുന്നുണ്ട്, പക്ഷേ ശിർക്കുണ്ട്. ആ ശിർക്ക് വന്നാൽ വഅലാ റബ്ബിഹി യതവക്കലൂൻ, അല്ലാഹുവിൽ സമ്പൂർണമായി ബരമേൽപ്പിക്കുക. അവൻ എന്താണ്? യദ്ഖുലൂനൽ ജന്നത ബിഗൈരി ഹിസാബിൻ വലാ അദാബിൻ, സ്വർഗ്ഗത്തിൽ പോകും അല്ലാഹുവിൽ മാത്രം തവക്കുൽ ചെയ്താൽ. അതൊരു വല്ലാത്ത ഈമാനാണെന്നാണ് പറയുന്നത്. ആ ഈമാൻ നമുക്കുണ്ടായിട്ടുണ്ടോ? ഈ പള്ളിയിൽ ഇരിക്കുന്ന ഈ 3 ഖുതുബ കേൾക്കുന്ന ആളുകൾ, ഈ 3 ഒരൊറ്റ ആയത്തിൽ 3 ഖുതുബയാണ് നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പൊ അത് ശരിക്കും ശ്രദ്ധിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഇപ്പൊ നിങ്ങൾ നോക്കേ, വിശുദ്ധ ഖുർആൻ ഒക്കെ അല്ലെ, മഹാനായ യാഖൂബ് അലൈഹിസ്സലാം 12 മക്കളോട് പറയാൻ, മക്കളെ ലാ തദ്ഖുലൂ മിൻ ബാബിൻ വാഹിദിൻ വദ്ഖുലൂ മിൻ അബ്വാബിൻ മുതഫർരിക. അതായത് ബാപ്പ മക്കളോട് പറയാണ്, മക്കളെ നിങ്ങൾ ഒരിക്കലും ഒരു വാതിലിലൂടെ കടക്കരുത്. ഒരു നബിക്ക് 12 മക്കൾ, അരോഗതിടകാത്തരായ സുന്ദരന്മാർ, ഒരു വാതിലിലൂടെ മാത്രം കിടന്നാൽ കണ്ണേറ് തട്ടും എന്നാണ് ആലിമുകൾ ഇതിന്റെ തഫ്സീറിൽ എഴുതി. കണ്ണേറ് തട്ടും. അതുകൊണ്ടാണ് ബാപ്പ പറഞ്ഞത് എന്ത്, ഒരു വാതിലിലൂടെ. സൗന്ദര്യമുള്ള ഒരു ബാപ്പാന്റെ മക്കൾ ഒന്നിച്ചു പോയാൽ കൗതുകണ്ടായിട്ട് കണ്ണേറ് തട്ടും. നോക്കണം നിങ്ങള്, ഒരു പ്രവാചകന്റെ കൗതുകമാണെന്ന് മക്കളോട് പറയണം, ഒരു വാതിലിലൂടെ കടക്കരുത്, നിങ്ങൾ വ്യത്യസ്തമായ വാതിലുകളിലൂടെ എന്ന് പറഞ്ഞാൽ ആരും നിങ്ങളെ ശ്രദ്ധയിൽ പെടരുത്. അങ്ങനെ ഒരു ബാപ്പാന്റെ എല്ലാ മക്കളും ഒരേ രൂപവും ഭാവവും ഒക്കെ ആയിട്ട് കടന്നു വരുമ്പോണ്ടാകുന്ന ആ കൗതുകത്തെ ഇല്ലായ്മ ചെയ്യാൻ ഒരു ബാപ്പ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, നിങ്ങള് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തം വായിച്ച് എന്നിട്ട് പറയാണ്, നിങ്ങൾ വ്യത്യസ്ത വാതിലുകളിലൂടെ പ്രവേശിക്കുക. അള്ളാഹുവിങ്കിൽ നിന്ന് ഉണ്ടാകുന്ന യാതൊന്നും നിങ്ങളിൽ നിന്ന് തടുക്കുവാൻ എനിക്കാവില്ല. മക്കളെ, പടച്ചോൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പരിക്ക് ഏൽപ്പിക്കാൻ വിചാരിക്കുകയാണെങ്കിൽ അത് തടുക്കാൻ നബിയായ ഈ ബാപ്പാക്ക് കഴിയൂല. നമ്മൾ പറയുന്നതോ നമ്മുടെ ഉസ്താദുമാരെ നമ്മൾ പഠിപ്പിക്കുന്നതോ, ലോകത്തിങ്ങൾ ഒന്നും ബാധിക്കൂല. CM അടവൂരിനെ പിടിച്ചാല്, അവിടെ തവക്കുൽ ചെയ്താല് കുട്ടി കിട്ടും, മരിച്ചത് ജീവിപ്പിച്ചു കിട്ടും. നിങ്ങൾ ആലോചിച്ചു, കോഴിക്കോട് ബീച്ച് ഹോസ്പിറ്റലിൽ മരിച്ച ആളുകളെ CM അടവൂരി ജീവിപ്പിച്ചു. നമ്മുടെ ഒരു കൗമിന്റെ അവസ്ഥ ഞാൻ പറയും. ഇവിടെ ഒരു ബാപ്പ നബിയാണ്, അതിലൊരു മകൻ നബിയാണ്.
എന്നിട്ട് ഈ മക്കളോട് വാപ്പ പറയണം, മക്കളെ അള്ളാഹു നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് വരുത്താൻ തീരുമാനിച്ചാൽ ഒരു നബിയായി എനിക്കത് തടുക്കാൻ കഴിയൂലട്ടോ. അതാ ഇസ്ലാം, അതാണ് ഇസ്ലാം. ഞങ്ങളെല്ലാം ഏറ്റെടുത്ത് നിങ്ങൾ പൊയ്ക്കൊള്ളീൻ എന്ന് പറയലല്ല. ഞങ്ങൾക്ക് ഇതൊക്കെ തടുക്കാൻ കഴിയും, 18,000 ലോകവും നിയന്ത്രിക്കുന്നത് ഞങ്ങളാണ് എന്ന ശിർക്കൻ വിശ്വാസം ഈ കൗമിൽ അരക്കെട്ടുറപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പച്ച സത്യം. വ്യാപകമാണ് ഇന്ന് ശിർക്ക്, വ്യാപകമാണ്. മുസ്ലിം ഉമ്മത്തിൽ കുഞ്ഞുനാളിലെ വിഷം കുത്തിവെച്ചുകൊണ്ടാണ് മദ്രസയിൽ പഠിപ്പിക്കുന്നത്. നമ്മളിങ്ങനെ മനോഹരമായി കുട്ടികളെ തൊപ്പിയൊക്കെ ഇട്ട് മദ്രസയിലേക്ക് പോകുമ്പോ നമുക്ക് വലിയ ഈമാനാ തോന്നുന്നത്. പക്ഷെ അവിടെ പഠിപ്പിക്കുന്ന ഉസ്താദ് ഉണ്ടല്ലോ, ശിർക്കാണ് കുത്തിവെക്കുന്നത്. തുടക്കത്തിൽ തന്നെ റബ്ബിൽ നിന്ന് മക്കളാകറ്റാൻ എല്ലാത്തിനും തങ്ങന്മാര് മതി, ബീവിമാര് മതി, അവര് മന്ത്രിച്ചൂതിയ ചരട് മതി എന്ന് പഠിപ്പിക്കുകയാണ്. ഇവിടെ മക്കളെ പഠിപ്പിക്കുകയാണ്, മക്കളെ പടച്ചോന്റെ അടുത്തുനിന്ന് നിങ്ങൾക്കൊന്നും. ഇതൊരു ഖുർആന്റെ വചനമാണ് ചങ്ങാതിമാരെ. 12-ാം അധ്യായം സൂറത്ത് യൂസുഫിലെ 60-ാമത്തെ വചന, എന്റെ വകയല്ല. ഇത് നമ്മൾ ഉൾക്കാഴ്ചയോടുകൂടി കേൾക്കണം, പഠിക്കണം. പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയില്ല ഒരാളും. നിങ്ങൾക്കറിയോ പരലോകത്തിന്റെ ഭീകരത വിവരിക്കുന്നിടത്ത് ഒരു ഖുർആനിക വചനം പറഞ്ഞോട്ടെ. ഞാന് സൂറത്ത് മാരിജിലാണ് 70-ാം അധ്യായം. അതിൽ പറയുന്നത് വലാ യസ്അലു ഹമീമുൻ ഹമീമാ യുബസ്സറൂനഹും യബദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ നദാബി യൗമിദിൻ ബിബനി വസഹിബതിഹി വഅഖി വഫസീലതിഹി അല്ലതി തുഗ്വീം വമൻ ഫിൽ അർളി ജമീഅൻ സുമ്മ യുൻജി. സൂറത്ത് മാരിജ് 70-ാം അധ്യായം 7, 8, 9, 10 ആ 10 മുതലുള്ള വചനം വായിച്ചാല് 17 വരെയുള്ള വചനം ഉണ്ടല്ലോ, കൗതുകം ജനിപ്പിക്കുന്ന വചന. അതിന്റെ അത്ഭുതം എന്താണെന്ന് ചോദിച്ചാല് ഒരു 2 മിനിറ്റ് എടുത്ത് ഞാനൊന്ന് പറഞ്ഞോട്ടെ. അവിടെ അല്ലാഹു പറയണതറിയോ, വലാ യസ്അലു ഹമീമുൻ ഹമീമ. ആഖിറത്തിൽ ഒരു ഉറ്റ ബന്ധുവിനോടൊന്നും ചോദിക്കൂല. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് ഒരു ഉറ്റ ബന്ധു, അതായത് ജ്യേഷ്ഠാനുജന്റെ മക്കള്, എളാപ്പ, മൂത്താപ്പ, അമ്മായി, ഇളയമ്മ, മൂത്തുമ്മ, ഇവരെല്ലാണല്ലോ ഏറ്റവും അടുത്ത ആളുകള്. ഈ അടുത്ത ആളുകൾ പരസ്പരം ഒന്നും ചോദിക്കൂല. എവിടുന്ന്? ദുനിയാവുന്ന എല്ലാ സഹായം ചോദിച്ചവർ ആഖിറത്തിൽ ഒരു സഹായവും ചോദിക്കൂലാന്ന്. എന്നിട്ട് അല്ലാഹു പറയണത് അങ്ങനെ ചോദിക്കാത്തത് മൂത്താപ്പാനെ കാണാത്തത് കൊണ്ടല്ല. അടുത്ത വാചകാണ് ശ്രദ്ധിക്കേണ്ടത്. എളാപ്പാനെ കാണാത്തത് കൊണ്ടല്ല, ഉപ്പ തൊട്ടടുത്തിരിക്കാത്തത് കൊണ്ടല്ല. നിങ്ങൾക്കറിയോ ഖുർആൻ പറയുന്നത് എന്തറിയോ? ഇപ്പൊ തൃശ്ശൂര് ഒരു മണ്ഡലം, ആ മണ്ഡലത്തിലുള്ള ആളുകളെ പരലോകത്തെ സോണിൽ അങ്ങനെ കൊണ്ടുവരിക. ഞാൻ തമാശ പറയല്ല, ബാലുശ്ശേരിക്കാരെ ബാലുശ്ശേരിയിൽ കൊണ്ടുവരും, കോഴിക്കോട് ഇന്ന മണ്ഡലക്കാരെ ആ മണ്ഡലത്തിൽ കൊണ്ടുവരും. ജില്ല തിരിക്കുമല്ലാഹു, സോണ് തിരിക്കും. ഖുർആനാ പറയുന്നത്, ഹദീസ പറയുന്നത്. അല്ലാതെ അമേരിക്കക്കാരന്റെ ഒരു സായിപ്പിന്റെ കൂടെ ഇല്ല ഒരു തൃശൂർ ജില്ലക്കാരനെ അള്ളാഹു നിർത്തൂല. ആ തൃശൂർ ജില്ലയിൽ അവരുടെ ഖാദിയും അവരുള്ള സോണിലാണ് അവരെ നിർത്തുക. എന്നിട്ട് അള്ളാഹു പറയണത് മൂത്താപ്പ, എളാപ്പ, മക്കളും കുടുംബക്കാരും ഉറ്റവരും മഹല്യാരും തൊട്ടടുത്ത് നിൽക്കുന്നു. അള്ളാന്റെ കോടതിയിലെ മലയാളികളായിട്ട് എന്നെ നിർത്തും അള്ളാഹു, മിക്സ് ചെയ്യില്ല. പരലോകത്ത് അങ്ങനെ നിർത്തിയിട്ടാണ് അവിടെ വിചാരണ. ആ വിചാരണയെ പറ്റിയാണ് സൂറത്ത് മാരിജിന്റെ വകയല്ല. അത് എടുത്തു നോക്കിയാൽ കാണാം. എന്നിട്ട് അള്ളാഹു പറയാണ് യുബസ്സറൂനഹും യബദ്ദുൽ മുജ്രിമു. അക്രമികളെ പരസ്പരം കാണിക്കപ്പെടും. എളാപ്പയും മൂത്താപ്പയും മക്കളൊക്കെ തൊട്ട് അള്ളാഹു പറയാണ് യുബസ്സറൂൻ, അവരെ കാണിക്കപ്പെടും, അവര് കാണും, പക്ഷെ മിണ്ടൂല. ലാ യതകല്ലമൂന ഇല്ലാ മൻ അദിന ലഹു റഹ്മാൻ. മിണ്ടൂലോല്, അള്ളാഹ് അനുവാദം നൽകിയവരും സത്യം പറഞ്ഞവരുമല്ലാതെ പരസ്പരം മിണ്ടൂല. എന്ന് അവരൊക്കെ കാണിക്കപ്പെടും. എന്നിട്ടേ ഈ പൂക്കിപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ബസ് അപകടം ഉണ്ടായല്ലോ. ഈ ബസ് അപകടത്തിൽ ഒരു ഭർത്താവ്, ഒരു സെൽഫി ഭർത്താവ്, അയാളുടെ ഭാര്യനെ പിടിച്ച് പുറത്തേക്ക് എറിഞ്ഞു. അവളെ രക്ഷപ്പെടുത്തി. അയാളുടെ കയ്യിലൊരു കുഞ്ഞുണ്ടായിരുന്നു, ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്തി. എന്തിന്? തീ കത്താതിരിക്കാൻ, അഗ്നിക്കിരയാകാതിരിക്കാൻ. എന്നാ അള്ളാഹു പറയാണ് ഇതേ മനുഷ്യൻ പരലോകത്ത് വരും. എന്നിട്ട് അള്ളാഹു പറയാണ് ഇയാളെ അള്ളാഹിനോട് ആവശ്യപ്പെടാൻ, എന്റെ കുട്ടീനെ നരകത്തിലിട്ടോ, എന്റെ മക്കളെ മുഴുവനും നീ നരകത്തിലിട്ടോ. അന്ന് ഞാൻ രക്ഷപ്പെടുത്തി എന്റെ മോനെ, ഇന്ന് എനിക്ക് രക്ഷപ്പെടുത്തണ്ട, എനിക്ക് രക്ഷപ്പെട്ടാ മതി. എന്റെ മോനെ നീ നരകത്തിലിട്ടോ, എന്റെ ഭാര്യയെ നീ നരകത്തിലിട്ടോ, എന്റെ ഉപ്പാനെയും ഉമ്മാനെ ഞാൻ നരകത്തിലിട്ടോ, ഈ ലോകത്തെ മുഴുവൻ ജനങ്ങളെയും നീ നരകത്തിലിട്ടോ, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തിത്താ റബ്ബേ എന്ന് മനുഷ്യർ വിലപിക്കുന്ന ലോകമാണത്. ആ ലോകത്ത് ശിർക്ക് ചെയ്തവർക്ക് രക്ഷയില്ല. അസാധ്യമായ വിവരണമാണ് ഖുർആൻ ആ കാര്യം വിവരിക്കുന്നത്. എന്തോ നമ്മുടെ ഉമ്മത്ത് പഠിച്ചില്ല. ഖുർആൻ പഠിക്കാത്തത് കൊണ്ട് തന്നെ ഉസ്താദുമാര് പറയുന്നതിന്റെ ശരിയും തെറ്റും അപഗ്രഥിക്കാൻ നമുക്ക് അവസരം ഉണ്ടായില്ല. എത്രയോ ഖുർആൻ ഹദീസ് പഠന സെന്ററുകൾ ഇതിന്റെ ബേക്കലൊക്കെ ഉണ്ട്. വെള്ളിയാഴ്ചകളിൽ, വ്യാഴാഴ്ചകളിൽ, ഞായറാഴ്ചകളിൽ എല്ലാ കേരളത്തിലുടനീളം സെൽഫി പ്രസ്ഥാനം വലിയ വിപ്ലവമാണ് ഉണ്ടാക്കിയത്.
ഖുർആനും സുന്നത്തും പഠിക്കാൻ. എന്തിന്? അവനവന്റെ രക്ഷയ്ക്ക് വേണ്ടി. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? യൗമ തുഖല്ലബു വുജൂഹും ഫിന്നാർ യഖൂലുന യാ ലൈതനാ അതഅന അല്ലാഹ വ അതഅന റസൂല. വിലാപമാണ്. പരലോകത്തെത്തിയിട്ട് വിലപിക്കുന്ന എന്തറിയുന്നത്? ഖുർആന്റെ 33-ാം അധ്യായം സൂറത്ത് അഹ്സാബ് 66, 67, 68 ഈ വചനത്തിൽ എന്താ പറയണത്? മുഖം കുത്തിയിട്ട് നരകത്തിൽ വീഴും. സാധാരണ നമ്മൾ എങ്ങനെയാ ഭൂമിയിൽ നടക്കുന്നത്? 2 കാലും മുഖം മേലെയും. നാം പരലോകത്തല്ല പറയാണ് മുഖം താഴെയും കാല് മേലെയായിട്ട് മനുഷ്യര് തല കുത്തിയിട്ട് നടക്കുന്നു. നരകത്തിൽ മുഖം കുത്തി വീഴും. എന്നിട്ട് കാല് മേലോട്ടാക്കിയിട്ട് അവനെ തീയിൽ ഇങ്ങനെ കുത്തിയിട്ടെടുക്കും. എന്നിട്ട് ആ നരകത്ത് കിടന്നിട്ട് മനുഷ്യന്റെ വിലാപം എന്താണെന്നറിയാം? അള്ളാഹ് പറയാണ്, അള്ളാഹുവിന്റെ ഖുർആനും റസൂലിന്റെ സുന്നത്തും അനുസരിച്ച് ജീവിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. അടുത്ത വിലാപം എന്താണെന്നറിയാം നിങ്ങൾക്ക്? തൊട്ടടുത്ത വിലാപം സാദാത്യങ്ങളെയും കുബറായിങ്ങളെയും. ആരാ ഈ സാദാത്യങ്ങൾ? തങ്ങന്മാര്, ഉസ്താദുമാര്. അള്ളാഹ് പറയാണ്. അല്ലാതെ ഇവിടുത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പിൻപറ്റി എന്നൊന്നല്ല വിലാപം. ഉസ്താദിനെ പിൻപറ്റി. ആ ഉസ്താദിനെ അനുസരിച്ചു ഞാന്. ഖുർആനാണോ സുന്നത്ത്? ഉസ്താദ് പറഞ്ഞു, അങ്ങനെ പറയുന്നു. ഉസ്താദ് പറഞ്ഞു, അതുകൊണ്ട് തെറ്റൂല. അങ്ങനെ പറഞ്ഞു. എന്നിട്ട് പിന്നെ വിലപിക്കുന്ന എന്താ നിങ്ങള്? റബ്ബന ആത്തിൻ മിനൽ അദാബ്. ഞാൻ ഭൂമിയിൽ വെച്ച് സ്നേഹിച്ച എന്റെ വലിയ ഉസ്താദില്ലേ, ആ ഉസ്താദിനെ നീ ഇരട്ടി ശിക്ഷ കൊടുക്കണേ. ഉസ്താദ് പറഞ്ഞു പറ്റിക്കായിരുന്നു. ഇത് ഖുർആനിലുള്ളതാ. ഇത് വായിക്കാത്ത ഒരാളെ എങ്ങനെയാണ് പരലോകത്തെ പേടിക്കുക? ഇത് മനസ്സിലാക്കാത്ത ഒരാൾക്ക് എങ്ങനെയാണ് ഇവിടെ ചതിക്കപ്പെടുന്നത് മനസ്സിലാവുക? അതുകൊണ്ട് ദയവ് ചെയ്ത് അള്ളാനെ ഓർത്തിട്ട് ഒരു 3 ഖുർആന്റെ വചനം ഡെയിലി ഓതിക്കൂടെ? വെറുതെ ഇരുന്നിട്ട് അള്ളാന്റെ ഖുർആൻ ഒന്നും ആത്മാർത്ഥമായി എത്ര സമയം മൊബൈലിൽ തോണ്ടി സമയം തീർക്കുന്ന സുഹൃത്തുക്കളെ, ആത്മാർത്ഥമായി നിങ്ങൾ ആലോചിച്ചു. വെറുതെ വന്നതല്ല. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ കുത്തുബയെ ഏറ്റെടുത്തിട്ട് വെറുതെ വന്നല്ല. എന്തെങ്കിലും ഒരു മാറ്റം ആരുടെയെങ്കിലും കൽബിലില്ലാതെ എന്തിനാ ഈ അധ്വാനം? രാവിലെ ട്രെയിൻ ബുക്ക് ചെയ്ത് ഇവിടെ വന്ന് ഇറങ്ങി പ്രയാസം അനുഭവിച്ച് ഈ കോണി കയറി ഇറങ്ങി ഈ ഒരു അവസ്ഥയിൽ ഞാൻ വടിയും കുത്തിപ്പിടിച്ചാ വരുന്നത് നിങ്ങൾ കണ്ടില്ലേ? അല്ലെ, ഞാൻ പറയുന്നത് നമ്മൾ എന്തിനാണ് അധ്വാനിക്കുന്നത്? എന്തെങ്കിലും ഒരു മാറ്റം ഈ സമുദായത്തിന് ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്തിനാണ് ഈ ഐസിൽ അല്ലെ വെള്ളത്തിൽ വരയിടുന്ന പോലെ എന്തിനാണ് ഈ അധ്വാനം? എന്തിനാണ് ഈ മിമ്പർ? എന്തിനാണ് ഈ പള്ളി? ഇവിടെ വരുന്ന മനുഷ്യന്മാർക്ക് സത്യദീൻ എത്തിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ അതുകൊണ്ട് ഏറ്റവും ഗൗരവമായ ഒരു വിഷയത്തിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അല്ലദീന ഖാല ലഹുമുൻ നാസു ഇന്നന്നാസ ഖദ് ജമഉ ലക്കും വഖ്ശൗഹും ഫസാദുഹും ഈമാന വഖാലു ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. സൂറത്ത് അഹ്സാബിലുള്ളതാണ്. 3-ാം അധ്യായമാണ് സൂറത്ത് അഹ്സാബ്. 173 to 175 വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് 73-ൽ മാത്രം പരിമിതപ്പെടുത്തുകയാണ്. ആ ജനങ്ങൾ നിങ്ങളെ നേരിടാൻ സൈന്യത്തെ ശേഖരിക്കുന്നു. ഒന്ന് ചിന്തിക്കുക, ഒരു വലിയ സൈന്യം. ഇസ്രായേൽ, അമേരിക്ക, ബ്രിട്ടൻ, ഇന്ത്യ, ലോകത്ത് പല രാജ്യങ്ങളും ഇസ്ലാമിനെതിരെ അവരുടെ ഭരണകൂടത്തെയൊക്കെ തിരിച്ചു വെക്കുന്നുണ്ട്. ഈ ഇസ്ലാമിനെതിരെ എല്ലാരും കൂടെ വരുന്ന സമയത്ത് ഇവിടെ പറയണം വലിയൊരു സൈന്യം. നിങ്ങൾ നോക്കൂ, മുനാഫിക്കുകൾ ഒരു ഭാഗത്ത്, ബൗദ്ധ വിശ്വാസികൾ ഒരു ഭാഗത്ത്, മജൂസികളും ജൂതന്മാരും ക്രിസ്ത്യാനികളും ഒരു ഭാഗത്ത്, മുസ്ലിങ്ങളെ റാഞ്ചി എടുക്കുമാറായി അല്ലെ അതിനെപ്പറ്റി പറയണം അല്ലാഹു. ശരിക്കും നിങ്ങൾ ചിന്തിക്കേണ്ട പോയിന്റാണ്. ഇന്ന് നോക്കൂ, അല്ലദീന ഖാല ലഹുമുൻ നാസു ഇന്നന്നാസ ഖദ് ജമഉ ലക്കും. അവിടെ അവർ നിങ്ങൾക്കെതിരെ വലിയ സൈന്യം ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. മുസ്ലിങ്ങളെ നിങ്ങൾ പേടിക്കണം. ഫഖ്ശൗഹും, നിങ്ങൾ അവരെ പേടിക്കണം എന്ന് പറഞ്ഞപ്പോ വിശ്വാസികളെ പറ്റി പറയാൻ നേരത്തെ എന്താ പറഞ്ഞത്? വൈദാ തുലിയത്ത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാന. അതിനെക്കുറിച്ച് അല്ലാഹ് പറയാണ് ഫസാദുഹും ഈമാന. പക്ഷെ മുസ്ലിങ്ങൾക്ക് ഈമാൻ വർദ്ധിച്ചു, ഭീരുത്വമല്ല. മുസ്ലിങ്ങൾ, അതായത് എല്ലാവരും നിങ്ങൾക്കെതിരാണെന്ന് പറയുമ്പോഴും ഇവിടെയാണ് പോയിന്റ് കുടികൊള്ളുന്നത്. ശരിക്കും ചിന്തിക്കാൻ വേണ്ടിയാണ്. തളർന്നു പോകരുത്, ജീവിതത്തിൽ ഒരിക്കലും തോറ്റു പോകരുത്. എന്തുകൊണ്ടാണ് ആളുകൾ ദർഗയെ പോണത്? ഞാൻ പറഞ്ഞല്ലോ, ആമിനത്താത്താന്റെ കഥ പറഞ്ഞപ്പോ ഓർക്കുണ്ടാവും. അതായത് 25 കൊല്ലം രാത്രി തഹജ്ജുദ് നിസ്കരിച്ചു. 25 കൊല്ലം അല്ലെ? ആ പ്രസംഗത്തിന്റെ കണ്ടന്റ് ഞാൻ പറഞ്ഞു. 25 കൊല്ലം ആമിനത്താത്ത കുട്ടിനെ കിട്ടാൻ വേണ്ടി പടച്ചോനോട്, കല്യാണത്തിന് ശേഷം കുട്ടിനെ കിട്ടാൻ വേണ്ടി 25 കൊല്ലം തഹജ്ജുദിൽ കണ്ണുനീർ വാർത്ത് പ്രസംഗിച്ചു, പ്രാർത്ഥിച്ചു. എന്നിട്ട് ഒരു ദിവസം മുറ്റത്ത് നിൽക്കുമ്പോ CM അടവൂര്, വലിയ പണ്ഡിതന്മാര് പ്രസംഗിച്ച പോയിന്റ് ഞാൻ പറയുന്നത്, CM അടവൂര് ഇങ്ങനെ നടന്നു പോകുമ്പോ ചോദിക്കാണ്, കുട്ടീനെ വേണോ? ആമിൻ താത്താനോട് 25 കൊല്ലം റബ്ബിനോട് ചോദിച്ചിട്ട് കുട്ടീനെ കിട്ടാതെ നിരാശ ബാധിച്ചു നിൽക്കുന്ന ആമിൻ താത്താനോട് CM അടവൂര് ചോദിക്കാണ്, കുട്ടീനെ വേണോ? സ്വാഭാവികമായി ഒരു കുഞ്ഞിക്കാല് കാണാൻ കൊതിക്കുന്ന ആമിനത്താത്താന്റെ അഖീദ പൊളിഞ്ഞു. ഉടനെ തന്നെ ഒരുപാട് ഞങ്ങൾ കുട്ടീനെ തരും. അങ്ങനെ കുട്ടീനെ കിട്ടി എന്നാണ് പറയുന്നത്. 10 മാസം കൊണ്ട് അവർ പ്രസവിച്ചു എന്നാണ് പിന്നെ ആ പ്രസംഗത്ത് പറയുന്നത്. ഞാനിവിടെ പറയുന്നത്,
ഈ പണ്ഡിതന്മാർ വിശുദ്ധ ഖുർആനിലെ 28-ാം അധ്യായം സൂറത്ത് ഖസസ്, നിങ്ങൾ ശരിക്കും ഞാൻ ഈ അധ്യായ നമ്പർ പറയുന്നത് എന്തിനാ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയാണ്. അതിലെ 41-ാമത്തെ വചനം എന്തറിയോ? വജഅൽനാഹും അയിമ്മത്തൻ യദൂന ഇലന്നാർ, നരകത്തിലേക്ക് നയിക്കുന്ന പ്രബോധകന്മാരുണ്ട്, സംഘങ്ങളുണ്ട്, നേതാക്കന്മാരുണ്ട് എന്നാ പറയുന്നത്. നേതാക്കന്മാരുണ്ട്, സംഘടനയുടെ നേതൃത്വത്തിൽ ഇരുന്നിട്ട് മനുഷ്യനെ നരകത്തിലേക്ക് നയിക്കുന്നവരുണ്ട് എന്ന് അല്ല പറയാണ്. ഖുർആനിലെ 28-ാം അധ്യായം 41-ാമത്തെ വചനം. ഒരുപക്ഷെ ഇതൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്ന മനുഷ്യന്മാരുണ്ടാവും. പക്ഷെ ഖുർആൻ കറക്റ്റ് റീഡ് ചെയ്ത് നോക്കിയേ നമുക്കിതൊക്കെ കാണാൻ കഴിയും. ഇതൊക്കെ ഖുർആനിലുള്ളതാണ്. ഞാനിപ്പോ എത്ര വചനം പറഞ്ഞു നിങ്ങൾ ചിന്തിക്കും. ഈ ഖുർആനിക വചനം നമ്മെ നയിക്കുകയാണ്. എന്നിട്ട് എന്താ പറയുന്നത്? 25 കൊല്ലം പടച്ചോനോട് പ്രാർത്ഥിച്ച ആമിനത്താത്താന്റെ തവക്കുൽ നഷ്ടപ്പെട്ടു. പിന്നെ കുട്ടിനെ കിട്ടാൻ വേണ്ടി മൊയ്തീൻ ശൈഖിൽ ബരമേൽപ്പിക്കുകയാണ്. ഇതാണ് പ്രശ്നം. അവിടെയാണ് ഫസാദുഹും ഈമാന, അവർക്ക് ഈമാൻ വർദ്ധിച്ചു. എന്നിട്ടോ വഖാലു, അവര് പറഞ്ഞു ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അല്ല മതി, വനിഅമൽ വക്കീൽ, ബരമേൽപ്പിക്കാൻ അള്ളയത്തോ ഉത്തമനാണ്. ഇതാണ് ഒരു മുഅ്മിൻ, ഒരു യഥാർത്ഥ മുഅ്മിനത്തായ പെണ്ണ്. ആ പെണ്ണ് വിശ്വസിക്കുന്ന എന്താണ്? ഇതിന്റെ റബ്ബ് മതി. അതുകൊണ്ടാണല്ലോ ഫിറൗന്റെ കൊട്ടാരത്തിന് ആസിയ ബീവി ഇറങ്ങിപ്പോരുമ്പോ അവരെന്താ പറഞ്ഞത്? റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്ജിനി മിൻ ഫിർഔന വഅമലി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. അവര് പറയുന്നു, പടച്ചോനെ, ഫിറൗൻ എന്നെ ആക്രമിക്കുന്നു, അവന്റെ അക്രമകാരികളായ കൂട്ടാളികൾ എന്നെ ആക്രമിക്കുന്നു. ഞാൻ ഇന്നലെ വരെ ഫിറൗന്റെ ഭാര്യ, രാജകൊട്ടാരത്തിൽ ജീവിച്ചതാ, ഇന്നിടെ ഞാൻ പുറത്താണ്, പക്ഷെ എനിക്ക് നീ മതി. ഇനി ഒന്നുകൂടെ കളി ചിന്തിക്കും. ഫിറൗനാണ് അവരോട് ആദ്യമായിട്ട് പറയുന്നത്, വലത്തെ കൈ ഞാൻ ഛേദിക്കും, ഇടത്തെ കാലും. എന്തിനാ? ഓപ്പോസിറ്റ് ഛേദിച്ചാൽ നേരെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ സൃഷ്ടിക്കാനാണ്. അപ്പൊ അങ്ങനെ ഞാൻ നിങ്ങളെ ഛേദിക്കുമെന്നാണ് പറയുന്നത്. ഇടത്തെ കാലും വലത്തെ കൈയും ഓപ്പോസിറ്റ് ദിശയിൽ. അപ്പോഴേ അവർ പറയുന്നറിയോ, നിനക്ക് ദുനിയാവിലല്ലേ ഞങ്ങളെ സൃഷ്ടിക്കാൻ പറ്റൂ, ആഖിറത്തിൽ സൃഷ്ടിക്കാൻ കഴിയില്ലല്ലോ, അല്ലെങ്കിൽ അവിടെ നീയല്ലല്ലോ രാജാതിരാജൻ, അവിടെ അല്ലാണല്ലോ, ഞങ്ങൾക്ക് അല്ല മതി. ഇതാണ് തവക്കുൽ. ഈ തവക്കുൽ ചെയ്യുന്നവരാണ് വിശ്വാസികൾ. ഹോസ്പിറ്റലിന്റെ വരാന്തയിൽ നിൽക്കുന്നു, ഓപ്പറേഷൻ തിയേറ്ററിന്റെ മുമ്പിൽ നിൽക്കുന്നു. ആ ഓപ്പറേഷൻ തിയേറ്ററിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് മകള് വലിയൊരു സർജറിക്ക് വിധേയമാണ്. ആ സമയത്ത് ആരെ വിളിക്കും? മൊയ്തീൻ ശൈഖിനെ വിളിക്കുവോ? മമ്പറ ഞങ്ങളെ വിളിക്കുവോ? ഉള്ളാളെ ഞങ്ങളെ കാക്കണേന്ന് പറയോ? അപ്പുറത്തതാ ഒരു ക്രിസ്ത്യാനി പിന്നെ യേശുവിനെ വിളിക്കുന്നു, അപ്പുറത്തതാ ഒരു ശ്രീരാമനെ വിളിക്കുന്നു, ബാലചന്ദ്രൻ. അപ്പുറത്തു നിന്നിട്ടൊരു മൊയ്തീന്, തലപ്പാവ് ധരിച്ച മൊയ്തീൻ സഖാഫി അപ്പുറത്തുനിന്ന് വിളിക്കുന്നു മൊയ്തീൻ ശൈഖൻ. ഈ 3 കൂട്ടരും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഈ 3 കൂട്ടരുടെയും അക്കീദ പിഴവാണ്, പിഴച്ചുപോയതാണ്. നേരെ മറിച്ച് നിങ്ങൾ നോക്കി, ഇബ്രാഹിം നബി, ഈ ഇബ്നു അറബി എന്ന് പറഞ്ഞ വിശ്വപ്രസിദ്ധനായ യാത്ര ചെയ്തിട്ടുള്ള പണ്ഡിതനുണ്ട്. അദ്ദേഹം ഒരു ഗ്രന്ഥം എഴുതിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ 1000 പട്ടണങ്ങളിൽ താമസിച്ചിട്ടുണ്ട്. അതിൽ നാബൽസ് എന്ന് പറയുന്ന സ്ഥലം, ഇബ്രാഹിം നബിയെ തീക്കുണ്ടാരത്തിലേക്ക് എറിയപ്പെട്ട സ്ഥലമാണ് നാബൽസ് എന്ന് പറയുന്ന സ്ഥലം. അവിടെ ഇബ്രാഹിം നബിയെ വലിയ തീക്കുണ്ടാരമുണ്ടാക്കി ആ കരിച്ചു കളയാൻ വേണ്ടി ആ തീക്കുണ്ടാരത്തിലേക്ക് ഇടുകയാണ്. ഇനി ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ആ തീക്കുണ്ടാരത്തിലേക്ക് എറിയുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് ചോദിക്കുകയാണ്, എന്റെ ഹെൽപ്പ് വേണോ? ഭൗതികമായ സഹായം, കാര്യകാരണ ബന്ധത്തിന് വിധേയമായ സഹായം. ജിബ്രീലിന്റെ സഹായം എന്ന് പറഞ്ഞാൽ അതാണ്. ജിബ്രീൽ വന്നിട്ട് ചോദിക്കാണ്, സഹായം ആവശ്യമുണ്ടോ? ഇനി ഞാൻ പറയുന്ന പോയിന്റ് ഒന്ന് ചിന്തിച്ചേ. അതായത് ജിബ്രീൽ ആരാ? 600 ചിറകുകളോടെ ജിബ്രീലിനെ റസൂല് 2 അവിടെ കണ്ടു. ഈ 600 ചിറകിൽ ഒരു ചിറകിന്റെ പ്രത്യേകത എന്താണ്? ലൂത്ത് അലൈഹി ഇസ്ലാമിന്റെ നാടിന് ഒരു ചിറക് വെച്ചിട്ടാണ് ജിബ്രീൽ ഇങ്ങനെ മറച്ചു കളഞ്ഞത്. പൊറാട്ടക്കല്ലിൽ നിന്ന് പൊറാട്ട എടുത്തിട്ട് അടിക്കുന്ന പോലെ ഒരു നാടിന് ജിബ്രീലിന്റെ ചിറക് വെച്ചിട്ട് അടിച്ചു കളഞ്ഞു, അല്ലെ? അത്രയും കരുത്തുള്ള ജിബ്രീൽ വന്നിട്ട് ഈ തീക്കുണ്ടാരത്ത് കിടക്കുന്ന ഇബ്രാഹിം നബിയോട് ചോദിക്കുകയാണ്, ഞാൻ സഹായിക്കേണ്ടതുണ്ടോ? ആ സഹായം സ്വീകരിച്ച ഒരു തെറ്റില്ല. എന്നിട്ട് പോലും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറയുന്നത് എന്താണ്? നിങ്ങളുടെ സഹായം എനിക്ക് ആവശ്യമില്ല, ഞാൻ എന്തിനെങ്ങോട്ട് പോകുന്നു എന്നറിയുന്നവനാണ് എന്റെ റബ്ബ്. ഹസ്ബിയല്ലാഹ് വനിഅമൽ വക്കീൽ വനിഅമൻ നസീർ വനിഅമൽ മൗല. എനിക്കെന്റെ റബ്ബ് മതി, ഞാൻ എന്തിനാണ് അധ്വാനിക്കുന്നത് എന്ന് എന്റെ റബ്ബിനറിയാം. അത്ര നിഷ്കളങ്കമായിരുന്നു ഇബ്രാഹിം. ഇന്ന് ഏതെങ്കിലും ഒരു സംഘടനയുടെ നേതാവിന് ഇത്ര ആത്മാർത്ഥമായിട്ട് എനിക്ക് എന്റെ റബ്ബ് മതി, കാരണം ഞാൻ അത്രയും നിഷ്കളങ്കമായിട്ടാണ് റബ്ബിന് വേണ്ടി പ്രവർത്തിക്കുന്നതെന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ ചിന്തിക്ക്. ചരിത്രത്തിലെ വളരെ ശ്രദ്ധേയമായ ഒരു സംഭവമാണ്, ജാബിർ റളിയല്ലാഹു അൻഹു എന്ന് റിപ്പോർട്ട് ചെയ്യുന്ന സംഭവമാണ്. നോക്കൂ നിങ്ങൾ, ദാത്തുർ റിഖാബ് യുദ്ധ സന്ദർഭത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മരച്ചുവട്ടിൽ വിശ്രമിക്കുകയാണ്. ഈ മരച്ചുവട്ടിൽ വിശ്രമിക്കുന്ന നബിയുടെ വാള് മരത്തിൽ ഇങ്ങനെ തൂക്കിയിട്ടു. ഒരാള് വന്നിട്ട് ആ വാളെടുത്തിട്ട് നബീന്റെ കഴുത്ത് തോണ്ടിയിട്ട് നബീനെ വിളിച്ചോണത്തി.
എന്നിട്ട് വാള് നബിയുടെ കഴുത്തിലേക്ക്, നിങ്ങൾ ശരിക്കും ചിന്തിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തിലേക്ക് വാളിങ്ങനെ കുത്തിവെച്ചിട്ട് ചോദിച്ചു, നിന്നെ ആരാ രക്ഷിക്കുക? ഇതൊരു അത്ഭുതകരമായ കാര്യമാണ്. ഇത് ഇമാം ബുഖാരിയുടെ 3822 ഹദീസാണ്. അതുപോലെ ഇമാം അഹമ്മദ് 14657 ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ടാണ്. ഇബ്നു അബ്ബാസ് ആണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ റിപ്പോർട്ടിൽ കാണുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തിൽ വാളിങ്ങനെ കുത്തിവെച്ചിട്ട് ചോദിക്കുകയാണ്, ആരാ രക്ഷപ്പെടുത്തുക, ആരാ രക്ഷപ്പെടുത്തുക? അപ്പൊ അദ്ദേഹത്തിന്റെ കണ്ണുകളിലേക്ക് നോക്കി വാളൊന്ന് അമർത്തിയ കഴുത്തു കൂടെ കയറിയിട്ട് പോരും. ശരിക്കും ചിന്തിക്കാൻ വേണ്ടിയാ പറയുന്നത്. വാള് നബിയുടെ കഴുത്തിലേക്കൊന്ന് പ്രസ് ചെയ്താല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴുത്തു മുറിയും. പക്ഷെ ആ സമയത്ത് പോലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണിലേക്ക് നോക്കിയിട്ട് അല്ലാഹ് രക്ഷപ്പെടുത്തുന്നു, ആ അല്ലാഹ് കേട്ടപ്പേ ആ വാള് താഴെ വീണു. വാള് താഴെ വീണു. എന്നിട്ട് ആ വാള് തിരിച്ചെടുത്ത് റസൂൽ ചോദിച്ചു, നിന്നെ ആര് രക്ഷിക്കും? ഞാൻ പറയുന്ന ഒരു പോയിന്റ് മലയാളികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളത്തോൾ നാരായണ മേനോൻ എന്ന് പറഞ്ഞിട്ടൊരു കവിയുണ്ട്, വെള്ളത്തോൾ നാരായണ മേനോൻ. ഈ സംഭവം റിപ്പോർട്ട് ചെയ്തിട്ട് വെള്ളത്തോൾ നാരായണ മേനോൻ അള്ളാഹു എന്നൊരു കവിത എഴുതിയിട്ടുണ്ട്. അള്ളാഹു എന്നൊരു കവിത, മലയാളിയായ വെള്ളത്തോൾ നാരായണ മേനോൻ അള്ളാഹു എന്നൊരു കവിത. നിങ്ങൾ ചിന്തിക്കണേ, അള്ളാഹുവിന്റെ റസൂലിന്റെ കഴുത്തിൽ വാള് കുത്തിവെച്ചപ്പോ പൂർവ്വ പ്രവാചകന്മാർ എന്നെ രക്ഷപ്പെടുത്തുന്നല്ല, ജിബ്രീൽ എന്നെ രക്ഷപ്പെടുത്തുന്നല്ല, ജിന്ന് എന്നെ രക്ഷപ്പെടുത്തുന്നല്ല, അമ്പിയാക്കൾ എന്നെ രക്ഷപ്പെടുത്തുന്നല്ല, ഔലിയാക്കൾ എന്നെ രക്ഷപ്പെടുത്തുന്നല്ല, എന്റെ നാഥൻ അല്ലാഹ്. എന്നിട്ടാണ് ഒരു അമുസ്ലിം കവി പോലും അള്ളാഹു എന്നിട്ട് കവിത എഴുതുന്നത്. അവിടെ ഒരു വലിയുമില്ല, ഒരു തങ്ങളുമില്ല, ഒരു സിയമടവൂരുമില്ല, ഒരു ഉള്ളാളങ്ങളുമില്ല, പടച്ച തമ്പുരാൻ. ഈ മാർഗമാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചെന്ന്. ഈ മാർഗം നമുക്ക് അവലംബിക്കാൻ പറ്റുമോ? അവരാണ് വഅലാ റബ്ബിഹി യതവക്കലൂൻ. ഒരു മുഅ്മിനിന്റെ 3 ഗുണങ്ങളിൽ ഏറ്റവും പ്രധാനം അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. വിശുദ്ധ ഖുർആൻ 64-ാം അധ്യായം 13-ാമത്തെ വചനത്തിൽ പറയുന്ന, നീ മുഅ്മിനാണോ എങ്കിൽ നീ റബ്ബിൽ ബരമേൽപ്പിക്കുക എന്നാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ ഈ വാചകം പറഞ്ഞുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യുദ്ധവേളയിൽ നമ്മളും പറയുന്നു, ഹസ്ബുനല്ലാഹ് ഹസ്ബിയല്ലാഹ്, നമുക്ക് അല്ലാഹ് മതി എന്ന്. അയ്യൂബ് നബി അലൈഹി സ്വലാമിനെ നോക്കൂ, 12 കൊല്ലമോ 18 കൊല്ലമോ ശരീരം മുഴുവനും പൊട്ടിയൊലിക്കുന്ന ദുർഗന്ധം വമിക്കുന്ന രോഗമുണ്ടായിട്ട് പടച്ചോനെ 21-ാം അധ്യായം 83-ാമത്തെ വചനം, പടച്ചോനെ നീ മതി എനിക്ക് എന്റെ രോഗം മാറ്റാൻ. അപ്പൊ നിങ്ങൾ നോക്കുക, ഒരാൾ പറയാണ് സീമടൂരിന്റെ അടുത്ത് നിന്നിട്ട് എനിക്കിന്ന രോഗം ഞാൻ മാറ്റിയിരിക്കുന്നു, നിനക്ക് പടച്ചോൻ പോലും വേണ്ട, ഞാൻ മതി എന്ന് പറഞ്ഞു. ഇതൊക്കെ പ്രസംഗിക്കുകയാണ്. ഇങ്ങനെയാണ് ഒരു സമൂഹത്തെ രൂപപ്പെടുത്തിയെടുക്കുന്നത്. നോക്കൂ, അയ്യൂബ് നബി പറയാണ്, റബ്ബേ അൻത അർഹമുർ റഹീമീൻ, നീ പരമകാരുണികനാണ്, എനിക്ക് രോഗം മാറ്റി തരണേ. വൈദാ മരിത്തു ഫഹുവ യശ്ഫീൻ, ഇബ്രാഹിം നബി പറഞ്ഞ എനിക്ക് രോഗം വന്നാൽ ശിഫയാക്കുന്നത് എന്റെ റബ്ബാണ്. അപ്പൊ റബ്ബ് എന്നിടത്താണ് പ്രവാചകന്മാരെല്ലാം ഫോക്കസ് ചെയ്ത്. ഞാൻ ചോദിക്കുന്നത്, ഒരിക്കലെങ്കിലും ഈ പോയിന്റ് പ്രത്യേക ഈ ഖുതുബയുടെ ഏറ്റവും പ്രധാനമായ പോയിന്റാണ് ഇപ്പൊ പറയുന്നത്, ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഖുർആൻ വരച്ച് കാണിച്ച ഒരു നബി അല്ലാതെ ഒരു വലിയനോട് ഒരു നബിയിനോട് സഹായം തേടി ഏതെങ്കിലും ഒരു ഘട്ടം അല്ലാഹു ഖുർആനിൽ വിവരിച്ചു? ഒരു ഘട്ടം ഒരു വലിയ ഉസ്താദിനെ തലകുത്തി പുകഞ്ഞാലോചിച്ചാലും അള്ളാന്റെ ഗ്രന്ഥത്തിൽ അതിനൊരു തെളിവില്ല. അത് അത്ഭുതമല്ലേ? ഒരൊറ്റ നബി കുട്ടികളെ കിട്ടാൻ അല്ലാത്തൊരു വലിയനെ, മരിച്ചുപോയൊരു വലിയനോട് തേടിയ ഒരു തെളിവ് അള്ളാന്റെ ഗ്രന്ഥത്തിൽ ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ആഴമേറി ചിന്തിക്കുക, പഠിക്കാൻ തയ്യാറാവുക. സർവശക്തനായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാം അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയാണ്. സൗർ ഗുഹ കണ്ടവർ വളരെ കുറവായിരിക്കും. ഇറാ ഗുഹ കാണാൻ എല്ലാവരും ഒരിക്കല് സൗർ ഗുഹ കാണാൻ വേണ്ടിയിട്ട് പോയി. ആ ഗുഹയുടെ ഒരു പ്രത്യേകത, 2 ഭാഗവും ഓപ്പണാണ്. 2 കയറിയിൽ ഇരിക്കാൻ പറ്റുമെന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ അത്ഭുതം. എങ്ങനെയാണ് അല്ലാഹു അതിനു വേണ്ടിയാണോ അത് സൃഷ്ടിച്ചതെന്ന് തോന്നിപ്പോകുന്നതാണ് സൗർ ഗുഹ. കുറെ ലോങ് പോയിട്ടാണ് നമ്മൾ സൗർ ഗുഹയിൽ എത്തുക.
ഈ സൗറ് ഗുഹയിൽ ഇരിക്കുന്ന രംഗം ഇമാം ബുഖാരി 3380 ഹദീസ്, ഇമാം മുസ്ലിം 4389 ഹദീസിൽ ഈ സംഭവം പറയാണ്. അബൂബക്കർ സിദ്ദീഖ്, നിങ്ങൾ നോക്കണേ, സ്വർഗത്തിന്റെ 8 വാതിലുകൾ കടന്നു പോകുന്ന ആളാണ് അബൂബക്കർ സിദ്ദീഖ്. യദ്ഖുലൂന അലൈഹാ മിൻ കുല്ലി ബാബ്, സ്വർഗത്തിന്റെ 8 വാതിലുകളിലൂടെ വിളിക്കപ്പെടുന്ന ആളാണ് അബൂബക്കർ സിദ്ദീഖ്. ഇപ്പൊ നോക്കണം എത്ര വലിയ സ്ഥാനാണ്. ഔലിയാക്കളുടെ നേതാവ് ഈ അബൂബക്കർ സിദ്ദീഖ് പറയാണ്, സൗർ ഗുഹ കണ്ട ആളുകൾക്കറിയാം, അതിന്റെ ഗുഹയുടെ 2 ഭാഗം ഓപ്പണാണ്. അപ്പൊ ഗുഹയിൽ കയറിയിട്ട് നബിയും അബൂബക്കർ സിദ്ദീഖ് ഇരിക്കണം. മനസ്സിലേക്ക് നിങ്ങൾ അതൊന്ന് കൊണ്ടുപോവാ. എന്നിട്ട് ശത്രുക്കൾ ഗുഹയുടെ അടുത്ത് വന്നു. അപ്പൊ ഗുഹയുടെ ദ്വാരത്തിന്റെ അടുത്ത് ശത്രുക്കൾ ഇവിടെ വന്ന് നിൽക്കുകയാണ്. അപ്പൊ അബൂബക്കർ സിദ്ദീഖിന്റെ മൂക്കുന്നുള്ള ശ്വാസം ശത്രുക്കളുടെ കാലിലെ രോമത്തിൽ ഇങ്ങനെ തട്ടുന്നുണ്ട്. ആ രംഗം ഞാൻ മനസ്സിൽ കാണാൻ. സൗർ ഗുഹയിൽ കയറി ഞാൻ കുറച്ചു നേരം കിടന്നു. ഒരുപാട് ചരിത്രങ്ങൾ ഇങ്ങനെ ഓർത്തു. ആ സൗർ ഗുഹയിൽ നബിയെ അള്ളാഹു സംരക്ഷിച്ച രംഗാണ് ഓർക്കുന്നത്. അതിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്, തവക്കുലാണ് പറയുന്നത്. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് ശ്വാസം അയക്കുമ്പോ ശത്രു നിൽക്കുകയാണ്. ശത്രു ഗുഹയുടെ മുകൾ ഭാഗം ഒക്കെ നോക്കുന്നുണ്ട്, താഴോട്ട് താവണില്ല. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് ചോദിക്കണം, നബിയേ അവരെങ്ങാനും നമ്മളെ കണ്ടാൽ, ഇതാണ് വിഷയം, അവരെങ്ങാനും ഒന്ന് കുനിഞ്ഞാൽ, ഗുഹയുടെ അടുത്ത് നിൽക്കുകയാണ്, അത്രയടുത്ത് ഇവിടെ കാലിങ്ങനെ കാണാം അബൂബക്കർ സിദ്ദീഖിന്. മാത്രമല്ല മൂക്കിന്ന് ഇങ്ങനെ ഉച്ഛ്വാസം വിടുമ്പോ ഇവരുടെ രോമത്തിൽ വന്നിട്ട് ആ ഉച്ഛ്വാസവായു തട്ടാണ്, അത്രയും അടുത്ത് നിൽക്കുകയാണ്. അപ്പോഴാണ് അബൂബക്കർ സിദ്ദീഖ് ചോദിക്കുന്നത്, അവരൊന്ന് കുനിഞ്ഞാൽ നബിയേ ഞാൻ കൊല്ലപ്പെടുന്നതിന് എനിക്ക് വിഷമമില്ല, ലോകഗുരുവായ അങ്ങയുടെ അവസ്ഥ എനിക്ക് ഓർക്കാൻ വയ്യ നബിയേ. ചിരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കാൻ, അബൂബക്കറെ നീ ആരെ കുറിച്ചാണ് ഈ പറയുന്നത്? നമ്മൾ 2 ആളാണെന്നാണോ നിന്റെ വിചാരം? 3-മനായി അള്ളാഹു നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ അബൂബക്കറെ എന്ത് ഭയപ്പെടാനാണ് എന്ന അള്ളാഹുവിന്റെ റസൂലിന്റെ ചോദ്യം അപാരമായ ചോദ്യമാണ്. വിശ്വാസികളെ, ഇതാണ് 2 ആളാണുള്ളത്, വേറെ ആരുമില്ല. അല്ല 3-മനായുണ്ടെങ്കിൽ പിന്നെ എന്താ പേടി? ഇവിടെ ഈ ഖുതുബ കേൾക്കുന്നവരോട് ഞാൻ ചോദിക്കുകയാണ്, ജീവിതത്തിൽ ഇന്നോളുണ്ടായ പ്രതിസന്ധി ഓർത്തു നോക്ക്, പതറിപ്പോയ നിമിഷങ്ങൾ ഓർത്തു നോക്ക്. വേണ്ട, ഇനി വരാനിരിക്കുന്നൊരു പ്രതിസന്ധി വരുമ്പോ എന്തായിരിക്കും നമ്മുടെ മനസ്സ്? മൂസാ അലൈഹിസ്സലാം, ഞാൻ ഓർക്കുകയാണ്, ചെങ്കടൽ കിടന്നിട്ട് ഈ ടൂറൊക്കെ പോകുമ്പേ പല രാജ്യവും കാണാൻ പോവല്ലോ, ചെങ്കടൽ കിടക്കുന്നതിന്റെ തൊട്ടടുത്ത് അത്ഭുതമാണ്. ഏറ്റവും അധുനാധുന സംവിധാനമുള്ള ഫിറൗന്, അവന്റെ പട്ടാളം മൂസാ അലൈഹിസ്സലാമിന്റെ പിന്നിൽ എത്രത്തോളം അറിയോ? പിടിക്കപ്പെട്ടത് തന്നെ മൂസാ അനുയായികൾ പറയുന്നപ്പോഴാ. ഫിറൗൻ ഇങ്ങനെ ഒന്ന് നോക്കൂ നിങ്ങൾ, ഫിറൗൻ ഇങ്ങനെ ഒന്ന് പിടിച്ചാൽ അവരുടെ പിറകുന്ന കോളറ പിടിക്കുന്ന രൂപത്തിൽ അടുത്ത് നിൽക്കുമ്പോ അവര് പറയാണ് പിടിക്കപ്പെട്ടത് തന്നെ മൂസ. ഈ സമയത്ത് മൂസ അലൈഹിസ്സലാം കലീമുല്ലാഹി മൂസ ഫസ്ബിർ ഫസ്ബിർ, വിശുദ്ധ ഖുർആൻ പറയാണ് ഫസ്ബിർ, ക്ഷമിക്കുക നബിയെ. ഉലുൽ അസ്മിന്റെ പ്രവാചകന്മാർ അതിൽപ്പെട്ട ആളാ മൂസ അലൈഹിസ്സലാം. മൂസ അലൈഹിസ്സലാമിനോട് ഈ അനുയായികൾ വെപ്രാളത്ത് പറയാനുണ്ട്. കാരണം മറുഭാഗത്ത് മുന്നിൽ ചെങ്കടല, തൊട്ട് പിറകിൽ ഫിറൗനും കൂട്ടരെയാണ്. ഇനി എങ്ങോട്ട് പോകാൻ രക്ഷല്ല, പിടിക്കപ്പെട്ടത് തന്നെ. ആ സമയത്ത് മൂസ അലൈഹിസ്സലാം പറയാണ്, ഇന്ന മഗിയ റബ്ബി സയഹ്ദീൻ. ഇവിടെ ഇരിക്കുന്ന ഈ ഖുതുബ കേൾക്കുന്ന മുഴുവൻ സ്ത്രീ പുരുഷന്മാരെ ആലോചിക്കും. നാളെ ഇത് റെക്കോർഡ് ചെയ്ത് കേൾക്കുമല്ലോ, ഇന്ന് വൈകുന്നേരം മുതൽ കേൾക്കുമല്ലോ. അങ്ങനെ കേൾക്കുന്നവരോട് ഞാൻ ചോദിക്കുകയാണ്, ഇത്രയും തൊട്ടടുത്ത് ശത്രു നിന്നിട്ട് ഇന്ന മഗിയ റബ്ബി സയഹ്ദീൻ, എന്റെ റബ്ബന്റെ കൂടെയുണ്ട്, എന്റെ റബ്ബ് എനിക്കൊരു വഴി കാണിച്ചു തരും. ഞാൻ ചോദിക്കുന്നു, എന്തുകൊണ്ട് ബറാഖ് നബി എന്റെ കൂടെയുണ്ട്, ആദം നബി എന്റെ കൂടെയുണ്ട്, 950 വർഷം ദൈവത്തെ നൂഹ് നബിന്റെ കൂടെ ഉണ്ട്, ജിബ്രീലിന്റെ കൂടെ ഉണ്ട്, ജിന്നുകളിന്റെ കൂടെ ഉണ്ട് എന്നൊന്നും അവരാരും പറയാതെ എന്റെ റബ്ബന്റെ കൂടെയുണ്ട് എന്ന് പറയാൻ, അതാണ് തൗഹീദ്. അതിൽ നിന്നാര് വ്യതിചലിച്ചിട്ടുണ്ടോ അവരെ കാര്യം പോക്കാം. അതാരായാലും സഹോദര, ഇത് നിന്റെ ഗൗരവമായ മേഖലയാണ്. അതുകൊണ്ട് എനിക്കെന്റെ റബ്ബ് മതി എന്ന് തൃപ്തിപ്പെട്ടവനാരോ അതാണല്ലോ പ്രഭാതത്തിലും പ്രദോഷത്തിലും നമ്മൾ പറയുന്നത്, റദീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ സലാസ മറ. വൈകുന്നേരവും രാവിലെ അങ്ങനെ ചെല്ലുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം റദീതു ബില്ലാഹ് ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു. അതാണ് 41-ാം അധ്യായം 30-ാമത്തെ വചനം. റബ്ബിനങ്ങോട്ട് തൃപ്തിപ്പെടുക. അത് തൃപ്തിപ്പെട്ട ഒരാൾക്ക് ഒരു ഷെയ്ഖിനെ ആവശ്യമില്ല, ഒരു വലിയനെ ആവശ്യമില്ല, ഒരു നബിയെയും ആവശ്യമില്ല, ഒരു മലക്കിനെയും ആവശ്യമില്ല, ഒരു ജിന്നിനെയും ആവശ്യമില്ല. അവനവന്റെ റബ്ബിനെ മാത്രം മതി. അതാണ് തൗഹീദ്. അതാണ് ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹ് വജലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാന. ഈ ഒരൊറ്റ ആയത്ത് 8-ാം അധ്യായം 2-ാമത്തെ വചനം അടുത്ത ആയത്തേക്ക് ഒന്ന് മനപ്പാടാക്കാൻ ശ്രമിച്ചു.
ആലോചിച്ചു നോക്ക്. ഈ 3 ആയത്തിനും ഈ 3 കാര്യങ്ങളും ഒരായത്തിൽപ്പെട്ട് ഞാൻ ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു. ആ ആയത്ത് ഇവിടെ അവസാനിക്കുന്നു. ഇൻഷാ അല്ലാഹ് പ്രൗഢമായ മറ്റു ചില വിഷയങ്ങളുമായി അടുത്ത വെള്ളിയാഴ്ച ഇൻഷാ അല്ലാഹ് നമുക്ക് കാണാം. സഹോദരങ്ങളെ, വളരെ ഗൗരവമായ ഇസ്ലാമിക പഠനമാണ് ഈ മിമ്പറിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ നടത്തുന്നത്. സർവശക്തനായ റബ്ബ് അവന്റെ ഖുർആനും പ്രവാചകന്റെ ചര്യയും കൃത്യമായി ഉദ്ധരിച്ച് അത് പഠിപ്പിക്കുന്നൊരവസ്ഥ നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ. അത് കേൾക്കുവാനും പഠിക്കുവാനും തദനുസൃതമായി ഓരോ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും തെറ്റുകൾ തിരുത്തുവാനും നന്മകൾ പ്രതിഷ്ഠിക്കുവാനും ഖുർആനും സുന്നത്തും ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാനും സകല അന്ധവിശ്വാസങ്ങളിൽ നിന്നും മോചനം നേടാനും സകലമാന ശിർക്കിൽ നിന്ന് രക്ഷപ്പെടാനും തൗഹീദിനു വേണ്ടി ജീവിച്ചു മരിക്കാനും അള്ളാഹു നമുക്ക് ഇസ്തിഖാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ തിന്മകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. നാളെ മഹ്ശറയിൽ എരിവരുകൊള്ളുന്ന വെയിലത്ത് അർശിന്റെ തണം നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين والحمد لله رب العالمين.